നമ്മളിന്ന് പോകുന്നത് വായ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്കുള്ള റോറോ ജങ്കാർ സർവീസിലാണ്. റോറോ ജങ്കാർ സർവീസും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വായ്പിനിലാണ്. വായ്പിനിൽ നിന്നാൽ നേരെ കാണുന്ന കാഴ്ചയാണ് വല്ലാർപാടം കണ്ടെയ്നറിൻ്റെ ഭാഗമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അവിടെ കാണുന്ന കണ്ടെയ്നർ ടെർമിനലിലുള്ള ക്രെയിനുകളാണ്. നമ്മൾക്ക് പോകാനുള്ള റോറോ ജങ്കാർ തീരത്തിനോടടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വായ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ റോറോ ജങ്കാർ സർവീസ് ഉണ്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് യാത്രയാണ് നമുക്ക് ഈ വായ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ ഈ ജങ്കാർ സർവീസിലുള്ളത്. കാറുകൾക്ക് 50 രൂപയാണ് ചാർജ്. വലിയ വാഹനങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചാർജ് കൂടും. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഈ കായലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് നേരെ മറുവശത്ത് കാണുന്നതാണ് ഫോർട്ട് കൊച്ചി. നമ്മൾക്ക് പോകാനുള്ള ജങ്കാർ സർവീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജങ്കാർ സർവീസിനകത്ത് വലിയ ബസ്സുകൾ വരെ കയറ്റാൻ കഴിയും. 3 വരിയായിട്ട് വാഹനങ്ങൾ നിർത്താനുള്ള വീതി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്ന ജങ്കാർ അവിടെ നിന്നുള്ള വാഹനങ്ങൾ കൂടെ ഇറങ്ങുന്നതായിട്ട് കാണാം. ഈ ജങ്കാർ സർവീസിന്റെ കാഴ്ചകൾ കാണാത്തവർക്കും അതുപോലെ ഇതിനകത്ത് കയറി യാത്ര ചെയ്യാത്തവർക്കെല്ലാം ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഇത്. നിങ്ങൾ വാഹനത്തിൽ വരുന്നതാണെങ്കിൽ കൂടി ഇവിടെ വന്ന് ഈ ജങ്കാർ സർവീസിനകത്തൊക്കെ ഒന്ന് കയറി ഒന്ന് യാത്ര ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം നേർന്നൊരു അനുഭവമാണ്. 2 തീരങ്ങളും തമ്മിലുള്ള യാത്രക്കാർ കൂടാതെ തന്നെ ടൂറിസ്റ്റുകൾ വളരെയധികം ഇവിടെ ഈ ജങ്കാർ സർവീസിന്റെ യാത്ര അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഓണക്കാലത്തെല്ലാം ഇവിടെ വളരെ തിരക്കായിരുന്നു. എറണാകുളത്ത് നിന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള വഴിക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. വൈപ്പിനിലേക്ക് ഫോർട്ട് കൊച്ചിക്ക് നമ്മൾ വെണ്ടുരുത്തി പാലമെല്ലാം കടന്ന് വെല്ലിംഗ്ടൺ ഐലൻഡ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഓടിച്ച് ഒരു വളരെയധികം ദൂരം വരും. വളരെ ട്രാഫിക് ജാമൊക്കെ ഉള്ളതാണ്. എളുപ്പമായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നൊരു റൂട്ടാണിത്. നമ്മളങ്ങനെ നമ്മുടെ വാഹനം ജങ്കാറിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാറുകളെല്ലാം കയറ്റിയതിന് ശേഷമാണ് 2 വീലേഴ്സ് കയറാനായിട്ട് അനുവദിക്കുകയുള്ളൂ. കാരണം 2 വീലറൊക്കെ ആദ്യം കയറി കഴിഞ്ഞാൽ കാറുകൾ കയറ്റിയിട്ട് വളരെ ഒതുക്കി നിർത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 4 വീലേഴ്സ് എല്ലാം കയറിയതിന് ശേഷം മാത്രമാണ് 2 വീലേഴ്സ് കയറ്റുകയുള്ളൂ. യാത്രക്കാരെ ആദ്യം കയറ്റും. 2 സൈഡിലുമുള്ള ബെഞ്ചുകളിലായിട്ട് യാത്രക്കാർക്ക് ഇരിക്കാവുന്നതാണ്. നമ്മളങ്ങനെ വാഹനം ജങ്കാറിനകത്ത് കയറ്റി ജങ്കാർ ഫുള്ളായി. ഇതിനകത്ത് തന്നെ ഒരു ബസ് നിൽക്കുന്ന കാണാം. നമ്മളങ്ങനെ ഇവിടെ നിന്ന് വായ്പിനിൽ നിന്ന് നമ്മുടെ ജങ്കാർ പുറപ്പെടുമ്പോൾ തന്നെ അടുത്തൊരു ജങ്കാർ ഇവിടെ വരുന്നത് കാണാം. ഒരു ജങ്കാർ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഏതാണ്ട് അപ്പോൾ തന്നെ മറ്റൊരു ജങ്കാർ വന്നെടുക്കും. ഇതിൽ നിന്ന് പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാർപാടവും ഫോർട്ട് കൊച്ചിനും
അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങളും എല്ലാം കാണാം. കൂടാതെ തന്നെ വളരെയധികം ബോട്ടുകൾ, വാട്ടർ മെട്രോൻ്റെ ബോട്ടുകൾ, അതുപോലെ ഷിപ്പുകളെല്ലാം ഇതുവഴി തന്നെയാണ് പാസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ബോട്ട് സർവീസിന് അടുത്ത് കൂടെ തന്നെ നമുക്ക് വാട്ടർ മെട്രോൻ്റെയും അതുമാതിരി മറ്റു ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. മിക്കവാറും എല്ലാ റോറോ ജങ്കാർ സർവീസും ഫുള്ളായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിന്ന് ബോട്ട് ജെട്ടിയിലെടുത്തു. വാഹനം നമ്മളിവിടെ ഇറക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം ഫോർട്ട് കൊച്ചിൻ ഒക്കെ കണ്ടതിന് ശേഷം ഇവിടെ ചീനവല ഫിഷിംഗ് എല്ലാം കണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ചാനലിനകത്ത് തന്നെ വീഡിയോ ഉണ്ട്. ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ ജങ്കാറിൽ തന്നെയാണ് തിരിച്ച് വൈപ്പിൻ ഭാഗത്തേക്ക് പോയത്. തിരിച്ച് പോകേണ്ട ജങ്കാറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മറ്റൊരു ജങ്കാറാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. സേതുസാഗർ എന്നാണ് ഈ റോറോ ജങ്കാറിന്റെ പേര്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകേണ്ട ജങ്കാറും ഫോർട്ട് കൊച്ചിയുടെ തീരത്തെത്തി. ഷിപ്പ്യാർഡിൽ ബോട്ട് ജെട്ടിനകത്ത് എത്തി. ഈ ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് സാധാരണ ബോട്ട് ജെട്ടിയും അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ബോട്ട് ജെട്ടിയും തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളിവിടെ ഇറങ്ങിച്ചെല്ലുന്ന സ്ഥലമാണ് വാസ്കോ ഡി ഗാമ സ്ക്വയർ ഫോർട്ട് കൊച്ചിയിൽ. ടൂറിസ്റ്റുകളെല്ലാം വന്നിറങ്ങുന്ന സ്ഥലമാണ് ഈ വാസ്കോ ഡി ഗാമ സ്ക്വയർ. ഇവിടെ വരെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന ബസ് സർവീസും ഉള്ളത്. ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും എല്ലാം വളരെ അടുത്തടുത്തായിട്ടാണ്. നമ്മളങ്ങനെ തിരിച്ചുള്ള യാത്രയ്ക്കായിട്ട് ഈ ജങ്കാറിനകത്തേക്ക് കയറുകയാണ്. വാഹനങ്ങളും ഒന്നുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ജങ്കാർ നിങ്ങൾക്ക് കാണാം. വളരെ വിശാലമായി ഇതിനകത്തെ സ്ഥലം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. നമ്മളുടെ വാഹനം അങ്ങനെ തിരിച്ചുള്ള യാത്രയ്ക്കായിട്ട് ജങ്കാറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ജങ്കാറിനകത്ത് വാഹനം കയറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓഫ് ചെയ്യണം. എല്ലാ വാഹനങ്ങളും കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെട്ടു. വൈപ്പിൻ ഭാഗത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താൻ ഓർപ്പിക്കുന്നു. നേരെ കാണുന്ന ക്രെയിനുകൾ കണ്ടെയ്നർ ടെർമിനലിലെ ക്രെയിനുകളാണ്. 3 ക്രെയിനാണ് അവിടെ ഉള്ളത് വല്ലാർപാടത്ത്. വലിയ ഷിപ്പുകളൊന്നും ഇങ്ങോട്ട് എടുക്കുകയില്ല. കടലിലെ ദൂരം നിർത്തി അവിടെ നിന്ന് ചെറിയ ഷിപ്പുകളിലാണ് കണ്ടെയ്നർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നത്. മറ്റൊരു ജങ്കാർ സർവീസാണ് ഓപ്പോസിറ്റായിട്ട് വരുന്നത് കാണുന്നത്. നമ്മളങ്ങനെ വൈപ്പിൻ ഓട്ട്ചട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് ജട്ടിയിൽ 2 ഭാഗത്തും ബോട്ട് ജട്ടിയിൽ ഈ റോറോ ജങ്കാർ അടുക്കുമ്പോൾ തന്നെ നമ്മൾ വാഹനം കയറ്റേണ്ടതും ഇറക്കേണ്ടതുമായിട്ടുള്ള ഭാഗം വന്നിങ്ങനെ ഈ സ്ലോപ്പായ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് വളരെ സമനിരപ്പായിട്ട് തന്നെ ആകുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വാഹനം കയറ്റാനും ഇറക്കാനും ഭയപ്പെടേണ്ടതില്ല. ചിലരൊക്കെ വാഹനം കയറ്റാനും ഇറക്കാനും അല്പം പേടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ 2 ഭാഗം കൂടി ഏതാണ്ട് സെയിം ഒരേ നിരപ്പിൽ വന്ന് ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങളങ്ങനെ വൈപ്പിൻ ഭാഗത്തേക്ക് വാഹനം ഇറങ്ങുകയാണ്. അങ്ങനെ ഈ റോറോ ജങ്കാറിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.